ഇപ്പോ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീച്ചർ അവര് പറഞ്ഞു, മുഹറമിലാണ് നമ്മളുള്ളത്. മുഹറമിൽ നാം ചർച്ച ചെയ്യുന്നത് ഹിജറയെ സംബന്ധിച്ചാണ്. ഹിജറ സമ്മാനിച്ച ഒരു രാഷ്ട്രത്തിന്റെ പേര് ഇസ്ലാമിക രാഷ്ട്രമെന്നാണ്. അതിന് ഇസ്ലാമിക ഖിലാഫത്ത് എന്നാണ് വിളിക്കേണ്ടത്. അവര് പറഞ്ഞു, ഹിന്ദു വർഗീയവാദത്തെ അല്ലെങ്കിൽ ഹിന്ദു രാജ്യത്തെ എതിർക്കപ്പെടേണ്ടതുപോലെ ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്ര അവകാശവാദങ്ങളെയും എതിർക്കപ്പെടണമെന്ന്. പാതി വെന്ത് നിൽക്കുന്ന ഹൈന്ദവ രാഷ്ട്രവാദത്തോടാണ് ഇസ്ലാമിക രാഷ്ട്രവാദത്തെ കൂട്ടിക്കുഴയ്ക്കുന്നത്. എന്തിന്? തോൽവിക്ക് അടിക്കുറിപ്പിടാൻ ഒരു മതത്തിന് മേൽ ചാരി നിൽക്കുകയാണ്. അന്യായമായി ഒരു സമൂഹത്തിനെ, ഒരു സമുദായത്തെ, ഒരു ദർശനത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന് മുറിവേൽപ്പിക്കുന്നത് അത്യന്തം അപകടകരമാണ് എന്ന ഒരു വിഷയം. ومن أحسن قولا ممن دعا إلى الله بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم. وقال نبينا محمد صلى الله عليه وسلم الخلافة بعدي 30 سنة ثم تكون ملكا أطولا. മാസങ്ങളുടെ എണ്ണം ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ 4 ഹുറും. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ ലൗഹുൽ മഹ്ഫൂദിൽ യൗമ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. മിൻഹാ 4 ഹുറും, അതിൽ 4 മാസങ്ങൾ ഒരു കാരണവശാലും യുദ്ധം ചെയ്തുകൂടാത്ത, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. കാര്യമുണ്ടെങ്കിലും കാര്യമില്ലെങ്കിലും യുദ്ധം ഹറാമാക്കപ്പെട്ട, നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. അതിലൊരു മാസമാണ് മുഹറം. ഈ മാസങ്ങളുടെ എണ്ണം 12 ആണ് എന്ന് പറയുന്ന ഈ ഒരു കലണ്ടർ രൂപീകരിച്ചത് അല്ലാഹുവാണ് എന്നാണ്. അത് രൂപീകൃതമായിട്ട് ഏതാനും വർഷങ്ങൾ, ഒരു 2000-ഓ 4000-ഓ വർഷമല്ല, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന് സംഭവിച്ചോ അന്ന് മുതൽ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് സംഭവിച്ച് എത്രയോ കഴിഞ്ഞാണല്ലോ മനുഷ്യൻ ഭൂമിയിലേക്ക് അവതരിക്കുന്നത്, ഭൂമിയിൽ മനുഷ്യ ജീവിതം ആരംഭിക്കുന്നത്. പക്ഷേ അതിനും എത്രയോ മുമ്പ് മാസങ്ങളുടെ എണ്ണം 12 ആണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. ഇത് ഏതെങ്കിലും ഗോളശാസ്ത്രജ്ഞന്മാർ ക്രോഡീകരിച്ച ഒരു കലണ്ടറല്ല, നിർമ്മിച്ച കലണ്ടറല്ല. ഇതിന്റെ നിർമ്മാതാവ് അല്ലാഹുവാണ്. ഇത് ആദ്യം രേഖപ്പെടുത്തപ്പെട്ട് വെച്ചത് മനുഷ്യന്റെ ഏതെങ്കിലും പേപ്പറുകളിലല്ല, ലൗഹുൽ മഹ്ഫൂദിലാണ്. ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ. അത്ര വ്യക്തമായ, സ്പഷ്ടമായ, പഴക്കമുള്ള, പൈതൃകമുള്ള ഒരു സംസ്കാരമാണ് അറബി ഇസ്ലാമിക കലണ്ടർ എന്ന് പറയുന്നത്. അതിന് വാർഷികാടിസ്ഥാനത്തിൽ
ഒരു ക്രമീകരണം കൊണ്ടുവരികയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ. ആ അർത്ഥത്തിൽ 1445 വർഷം പൂർത്തീകരിച്ച് നമ്മളിതാ 1446 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ മുഹറമും അതിന്റെ തീയതിയുമൊക്കെ ഉണ്ടാകും, പക്ഷേ വർഷമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പല ഗവർണർമാർക്കും അവർക്ക് അയക്കുന്ന കത്തുകളിൽ ചില സംശയങ്ങൾ ഉണ്ടായി. വിവിധ അഭിപ്രായങ്ങളെ തുടർന്ന് ഒരു ആലോചന, ഒരു കമ്മിറ്റി കൂടുന്നു. ആ കമ്മിറ്റിയിൽ ഇസ്ലാമിക കലണ്ടർ രൂപീകരിക്കണം എന്ന ഒരു അഭിപ്രായം രൂപീകരിക്കപ്പെടുന്നു. പക്ഷേ ഇസ്ലാമിക കലണ്ടർ രൂപീകരിക്കപ്പെടണമെങ്കിൽ അതിന് ഒരു ചരിത്രമോ സംഭവമോ പശ്ചാത്തലമായി വേണമല്ലോ. അത് ഏത് സംഭവമായിരിക്കണം, ഏത് ചരിത്രമായിരിക്കണം? ചർച്ചകളുണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ചരിത്രമാണ് പ്രവാചക ചരിത്രം. പ്രവാചകനോളം വലിയ ഒരു വ്യക്തിത്വം ഇസ്ലാമിലില്ല. അങ്ങനെ വരുമ്പോൾ പ്രവാചക ചരിത്രത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലേത് സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തണം? ജനനം വേണോ, മരണം വേണോ, എന്തിനേറെ പ്രവാചകത്വം വേണമോ? മക്ക വിജയിച്ച സന്ദർഭമുണ്ട്, ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി വേണമോ? ബദർ നടന്ന വർഷമുണ്ട്, ആ വർഷത്തെ അടിസ്ഥാനപ്പെടുത്തി വേണമോ? ചർച്ചകളുണ്ടായി. അവസാനം ആ ചർച്ചകൾക്ക് ഒരു ഏകീകരണം ഉണ്ടായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലെ ഹിജ്റ എന്ന അധ്യായത്തെ തുടർന്നുകൊണ്ട് ഇസ്ലാമിക കലണ്ടർ രൂപീകരിക്കാം എന്നാണ്. പ്രവാചക ചരിത്രത്തിൽ ജനനത്തിനും അപ്പുറം, മരണത്തിനും അപ്പുറം, എന്തിനേറെ പ്രവാചകത്വത്തിനും അപ്പുറം, മക്ക വിജയത്തിനും അപ്പുറം, ബദറിന്റെ ചരിത്രത്തിനും അപ്പുറം എന്ത് സവിശേഷതയാണ് പ്രവാചക ചരിത്രത്തിലെ ഹിജ്റയ്ക്കുള്ളത്? മക്കയിൽ നിന്ന് പ്രവാചകരും അനുചരന്മാരും മദീനയിലേക്ക് പലായനം ചെയ്ത് അഭയാർത്ഥികളായി എത്തിപ്പെട്ട ആ ചരിത്രത്തിൽ എന്ത് സവിശേഷതയാണ് ഉള്ളത്? ഇതിലും ഭാഗ്യമായി നോക്കുകയാണെങ്കിൽ ഗംഭീരമായ ചരിത്രം പ്രവാചക ചരിത്രത്തിലും. ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തി ഒരു കലണ്ടർ രൂപീകരിക്കുന്നത് അതിന്റെ അടിസ്ഥാനം എന്താണ്? വളരെ കൃത്യമാണ് ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ് ഹിജ്റ. അതുകൊണ്ടാണ് താരീഖുൽ ഹിജ്രി കലണ്ടർ എന്ന് ഇസ്ലാമിക കലണ്ടറിനെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായി അല്ലാഹു നിയോഗിക്കുന്നു. 40ാമത്തെ വയസ്സിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സന്ദർഭമുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉള്ളിലുള്ള അസ്വസ്ഥതയെല്ലാം അല്പമൊന്ന് ശമിച്ചപ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ കാര്യമറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടിക്കൊണ്ട് ക്രിസ്തുമത വിശ്വാസിയായ വറഖത്ത് ഇബ്നു നൗഫൽ, അദ്ദേഹം ക്രിസ്തുമത വിശ്വാസി മാത്രമല്ല, ഇൻജീലിനെ സംബന്ധിച്ച്, തൗറാത്തിനെ സംബന്ധിച്ച് അഥവാ ബൈബിൾ പഴയ പുതിയ നിയമങ്ങളെല്ലാം പഠിച്ചു മനസ്സിലാക്കി വെച്ച അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ആ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് പോകുന്നു, സംഭവങ്ങൾ വിവരിക്കുന്നു. വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, താങ്കൾക്ക് അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, ഈ ദൗത്യവുമായി അങ്ങ് നിയോഗിക്കപ്പെട്ട് കഴിയുമ്പോൾ താങ്കളുടെ ജനത താങ്കളെ ഉപദ്രവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതെ നിന്ന് കേട്ടു, ഒന്നും തിരിച്ചു പറഞ്ഞില്ല. താങ്കളുടെ ജനത താങ്കളെ അസഭ്യം പറയും, മിണ്ടാതെ നിന്ന് കേട്ടു, ഒന്നും പറഞ്ഞില്ല. താങ്കളുടെ ജനത താങ്കളെ നിഷേധിക്കും, ഒന്നും പ്രതികരിച്ചില്ല. പറഞ്ഞു, താങ്കളുടെ ജനത താങ്കളെ പുറത്താക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുമെന്നോ? ചോദ്യമാണ്. ഉപദ്രവിക്കുമെന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന പ്രവാചകൻ
അങ്ങേ അവർ നിഷേധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത്ഭുതപ്പെടാതിരുന്ന പ്രവാചകൻ അങ്ങേ ഉപദ്രവിക്കുമെന്നും അസത്യം പറയുമെന്നും നിഷേധിക്കുമെന്നും പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും പറയാത്ത പ്രവാചകൻ ചോദിക്കുന്നു, അവർ താങ്കളെ പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോ അവർ എന്നെ പുറത്താക്കുമെന്ന്. ആ ചോദ്യത്തിന് വലിയ ഒരു അർത്ഥമുണ്ട്. 40 വർഷ കാലഘട്ടം മക്കയുടെ ചൂടും തണുപ്പും സൗകര്യങ്ങളും സൗകര്യക്കേടുകളും മനുഷ്യരോടൊപ്പം നിന്ന് കണ്ട് കേട്ടറിഞ്ഞ ഒരു പ്രവാചകൻ, ഒരു മനുഷ്യൻ, ഖുറൈശി തറവാട്ടിൽ പിറന്ന മഹാവ്യക്തിത്വം എന്ന് മാത്രമല്ല, ഖുറൈശികളാൽ മാത്രമല്ല മറ്റു ഗോത്രങ്ങളാലും ആദരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഞാൻ എന്ന് ബോധ്യമുള്ള പ്രവാചകന്റെ ചോദ്യമാണ്, ഈ ജനത മക്കയിൽ നിന്ന് എന്നെ പുറത്താക്കുമെന്നോ, മക്കയിൽ നിന്ന് എന്നെ പുറത്താക്കുമെന്നോ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്താക്കപ്പെടുമെന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു വിഷയമല്ല. അത്രമാത്രം ആത്മബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ കാലം 10 വർഷം മുന്നോട്ട് കഴിഞ്ഞു. 53ാമത്തെ വയസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് ഒരുങ്ങുന്നുണ്ട്. അന്ന് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞ വിഷയം സംഭവിക്കുന്നുണ്ട്. എന്താണ് ആ സംഭവം? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്യേണ്ടി വരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റയുടെ പേരിലുള്ള പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നഷ്ടങ്ങളും ഒരു ഭാഗത്തുണ്ട്, ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് പ്രവാചകന്റെ നാട് എന്ന് പറയുന്നത്, പ്രവാചകൻ കളിച്ചു വളർന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത്, പ്രവാചകൻ സൗഹൃദം പങ്കിട്ട ഒരു നഗരം എന്ന് പറയുന്നത് നഷ്ടമാണ്. അനുചരന്മാർക്ക് നഷ്ടമാണ്, കഷ്ടമാണ്. പക്ഷേ ഹിജ്റ നഷ്ടങ്ങളുടെ ചരിത്രം മാത്രം പറയുന്നതല്ല, വിജയങ്ങളുടെ ചരിത്രത്തിന്റെ തുടക്കമാണ് ഹിജ്റ. ഇസ്ലാമിക വിപ്ലവ മുന്നേറ്റ ചരിത്രങ്ങളുടെ തുടക്കമാണ്, ഉദ്ഘാടനമാണ് ഹിജ്റ. പ്രവാചക ചരിത്രത്തിന്റെ മറ്റൊരു അവതരണമാണ് ഹിജ്റ. ആ ഹിജ്റ ആരംഭിക്കുന്നത് മദീന എന്ന അധ്യായത്തിൽ നിന്നാണ്. ജീവിതത്തിലെ 1-ാം അധ്യായം മക്കയാണ് എങ്കിൽ 2-ാം അധ്യായം മദീനയാണ്. നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ മദീനയല്ല അതിന്റെ യഥാർത്ഥ പേര്, യസ്രിബ് എന്നാണ്. കാർഷിക മേഖലയാണ്, ഒരു ഗ്രാമീണ മേഖലയാണ് യസ്രിബ് അന്ന്. പക്ഷേ പ്രവാചകൻ ആ യസ്രിബിന് പേര് വെച്ചത് മദീന എന്നാണ്. മദീന എന്ന വാക്കിന്റെ അർത്ഥം പട്ടണം എന്ന്. പട്ടണം എന്ന് ഒരു ഗ്രാമീണ മേഖലയെ, കേവലമായ ഒരു കാർഷിക മേഖലയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വെച്ചത് പട്ടണം എന്നാണ്. പട്ടണം, നഗരം. ഗ്രാമങ്ങളിലേക്ക് വികസനം എത്തിക്കുന്നതിനെ സംബന്ധിച്ച് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് കാർഷിക മേഖലയായ, ഗ്രാമീണ മേഖലയായ യസ്രിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പേര് മദീന. അതിൽ തന്നെയുണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ അടുത്തത് ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്താണ്? നഗരാസൂത്രണത്തിന്റെ അല്ലെങ്കിൽ നഗരവൽക്കരണത്തിന്റെ വ്യക്തമായ മാതൃകയാണ് മദീന എന്ന് പറയുന്നത്. കാർഷിക മേഖലയിലേക്ക് കച്ചവടം കടന്നു വരുന്നു, ഇൻവെസ്റ്റ്മെന്റുകൾ കടന്നു വരുന്നു, വലിയ ഒരു മാർക്കറ്റ് മദീനയിൽ രൂപീകരിക്കപ്പെടുന്നു. പൊതുവെ കച്ചവടത്തിൽ അത്ര വൈദഗ്ധ്യമുള്ളവരല്ല മദീനക്കാർ. പക്ഷേ മക്കക്കാർക്ക് കച്ചവടം അറിയാം. വഴിയിൽ മദീനയിലെ ചെറിയ ചെറിയ മാർക്കറ്റുകളിലേക്ക് പുറത്തു നിന്ന് കർഷകർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങളുമായിട്ട് കടന്നു വരുമ്പോ വഴിയിൽ തടഞ്ഞു നിർത്തി വില പേശി ചെറിയ വിലയ്ക്ക് മുതലാളിമാർ ഉൽപ്പന്നങ്ങൾ മേടിച്ച് മദീനയിലെ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്ക് വലിയ വിലയിൽ വിൽക്കുന്ന ഒരു ചൂഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തിരുത്തി. കർഷകർക്ക് നേരിട്ട് മദീനത്തെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുവാൻ, അവർക്ക് നല്ല വില ലഭിക്കുവാൻ
ഉപഭോക്താക്കൾക്ക് മികച്ച സർവീസ് ലഭിക്കുകയും അതുപോലെ തന്നെ അത് ഏറ്റവും അവർക്ക് ഉചിതമായ വിലയിൽ തന്നെ വാങ്ങിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന വിധം ഒരു മാർക്കറ്റിംഗ് സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കൊണ്ടുവന്നു. നമ്മൾ സഹാബാക്കളുടെ ചരിത്രം പറയുമ്പോൾ ദാരിദ്ര്യം 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 എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ മനസ്സിലാക്കണം, ദാരിദ്ര്യത്തിന്റെ ചരിത്രം മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ പോലെയുള്ള നമ്പർ 1 കോടീശ്വരന്മാർ കച്ചവടം ചെയ്തത് മദീനയുടെ മാർക്കറ്റിൽ നിന്നാണ്. പൂഴ്ത്തിവെപ്പില്ലാത്ത, കച്ചവടത്തിൽ ചൂഷണങ്ങളില്ലാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി ഒരു മാർക്കറ്റ് എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്യേണ്ടത് എന്നതിന്റെ പാഠമാണ് മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന. പറയാറുണ്ടല്ലോ കച്ചവടക്കാര് തന്നെ, ഇന്ന് നടക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളുണ്ട് കച്ചവടത്തിന് വേണ്ടി. എന്താണ് പറയുന്നത്? നിങ്ങൾ കസ്റ്റമറിനെ ഊറ്റണം. എങ്ങനെ? കരിമ്പ് മിഷ്യനിൽ കരിമ്പ് കയറ്റി ഊറ്റുന്നത് പോലെ എന്നാണ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1400 വർഷം മുമ്പുള്ള കച്ചവടത്തിന്റെ സംഭവം. ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യാത്ത, കർഷകർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുന്ന, താങ്ങുവില ലഭിക്കുന്ന, ചൂഷണരഹിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെടുത്തി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അതിൽ ശ്രദ്ധാലുവായിരുന്നു. മാർക്കറ്റിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്നു. ഈന്തപ്പഴത്തിന്റെ കൂമ്പാരം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പഴത്തിന്റെ കുറച്ചു ഭാഗം എടുത്തു അല്പം ഉള്ളിലേക്ക് കൈ പ്രവേശിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നനവ് അനുഭവപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ യാ സാഹിബത്ത് തആം, എന്തു പറ്റി ഇത്? അസാബത്തുഹു സമാഉ യാ റസൂലല്ലാഹ്, മഴ വന്നുകൊണ്ട് നനഞ്ഞതാണ് പ്രവാചകരെ. എങ്കിൽ ഉപഭോക്താവ് കാണാൻ വേണ്ടി ആ നനഞ്ഞ ഈന്തപ്പഴങ്ങൾ എടുത്ത് പുറത്തിട്ടുടായോ? എന്തിനാണ് ഉണങ്ങിയത് മുകളിലും നനഞ്ഞത് താഴെയും വെച്ചിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി സത്യസന്ധമായ കച്ചവടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, നമ്മൾ ഹാഫിദീങ്ങളുടെ മഹത്വം കേട്ടിട്ടുണ്ട്, ആലിമീങ്ങളുടെ മഹത്വം കേട്ടിട്ടുണ്ട്, ഹാജിമാരുടെ മഹത്വം കേട്ടിട്ടുണ്ട്, അല്ലെ? എന്നാൽ കച്ചവടക്കാരൻ ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. കച്ചവടം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുന്നുണ്ട്. അത്താജിറു സദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അത്താജിറു സദൂഖുൽ അമീൻ, വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ, മഅൻ നബിയ്യീന, പ്രവാചകന്മാരോടൊപ്പം, വശുഹദാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷികളാകുന്നവരോടൊപ്പം, വസ്സിദ്ദീഖീന, സിദ്ദീഖീങ്ങളോടൊപ്പം, വസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പമാണ് നാളെ ആഖിറത്തിൽ. നബിമാരോടൊപ്പം കച്ചവടക്കാര്, നബിമാരോടൊപ്പം കച്ചവടക്കാര്. ഇതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ കച്ചവടം ചെയ്യാൻ നമുക്ക് വേണോ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടാക്കിയ ഒരു കച്ചവട വിപ്ലവം. മക്കക്കാര്, നമ്മൾ പറയും മദീനക്കാര് മക്കക്കാർക്കെല്ലാം കൊടുത്തു എന്ന്. കൊടുത്തിട്ടുണ്ട്. അവർ പകുത്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ വീടുകൾ പകുത്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. തലചായ്ക്കാൻ ഇടം കൊടുത്തിട്ടുണ്ട്. പക്ഷേ മക്കക്കാര് മദീനയ്ക്ക് കൊടുത്തതും ചെറുതൊന്നുമല്ല. 10 വർഷ കാലഘട്ടം മദീന എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റ് രൂപീകരിക്കപ്പെട്ടു. 1. 2, മദീന അവിടുത്തെ സാമൂഹിക ക്രമം. ഇപ്പോ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീച്ചർ അവര് പറഞ്ഞു, മുഹറമിലാണ് നമ്മളുള്ളത്. മുഹറമിൽ നാം ചർച്ച ചെയ്യുന്നത് ഹിജറയെ സംബന്ധിച്ചാണ്. ഹിജറ സമ്മാനിച്ച ഒരു രാഷ്ട്രത്തിന്റെ പേര് ഇസ്ലാമിക രാഷ്ട്രമെന്നാണ്. അതിന് ഇസ്ലാമിക ഖിലാഫത്ത് എന്നാണ് വിളിക്കേണ്ടത്. അവര് പറഞ്ഞു, ഹിന്ദു വർഗീയവാദത്തെ അല്ലെങ്കിൽ ഹിന്ദു രാജ്യത്തെ എതിർക്കപ്പെടേണ്ടതുപോലെ ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്ര അവകാശവാദങ്ങളെയും എതിർക്കപ്പെടണമെന്ന്. പ്രിയമുള്ളവർ, ഈ രാജ്യത്ത് ആരാണ് ഇസ്ലാമിക രാഷ്ട്രം വാദം ഉന്നയിച്ചിട്ടുള്ളത്? എന്നാൽ ശരിയായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ മാതൃക എന്താണെന്ന് ഹിജറ പറഞ്ഞു തരും.
ഒരു സാമൂഹിക ക്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കുന്നത്. എന്താണ് ആ സാമൂഹിക ക്രമം? ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ബഹുദൈവ വിശ്വാസികളും എല്ലാമുള്ള മദീന. ആ മദീനയിൽ വിവിധ മതവിഭാഗങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപാടെ ഉണ്ടാക്കിയ കരാറുണ്ട്. ഈ രാജ്യത്തിന്റെ പൊതുവായ താല്പര്യങ്ങളോടൊപ്പം എല്ലാ മതവിഭാഗങ്ങളും ചേർന്ന് നിൽക്കണമെന്ന് ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധമുള്ള ഒരു കരാർ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക രാഷ്ട്രം, മുഹറമിലെ ഹിജ്റ പറഞ്ഞു തരുന്ന ഇസ്ലാമിക രാഷ്ട്രം, അത് ടീച്ചർ പറഞ്ഞ ഇസ്ലാമിക രാഷ്ട്രമല്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്ലാമിക രാഷ്ട്രം. മൂന്നാമത് കോടതികൾ. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന നിയമ സംവിധാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെടുത്തി. മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ 5 നേരത്തെ നമസ്കാരം നിർവഹിച്ച് തിരിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു കേന്ദ്രത്തിന്റെ പേരല്ല. അവിടെയാണ് ദാറുൽ ഖലാഉകൾ ഉള്ളത്, അവിടെയാണ് ചീഫ് ജസ്റ്റിസ് ഉണ്ടാവുക, അവിടെയാണ് വിവാഹവും വിവാഹമോചനവും ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്, അവിടെ നിന്നാണ് സൈന്യങ്ങളെ നിയോഗിച്ചത്. അങ്ങനെയുള്ള അതിബൃഹത്തായ എന്നാൽ കാഴ്ചയിൽ ലളിതമായ ഒരു സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെടുത്തി. മദീന പറഞ്ഞു തരുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ചരിത്രം 4 മുആഖാത്താണ്, ബ്രദർഷിപ്പാണ്. മക്കയിൽ നിന്ന് കടന്നു വന്ന മുഹാജിറുകളും മദീനാവാസികളായ സഹാബികളും തമ്മിൽ ഒരു സ്നേഹ സാഹോദര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചു. വ്യത്യസ്ത ഗോത്രങ്ങളിൽ കലഹിച്ചിരുന്ന മനുഷ്യരെ ഇസ്ലാമിക സാഹോദര്യത്തിൽ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തണലിൽ ഐക്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിർത്തി. 5ാമത് മനുഷ്യാവകാശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ദുസ്തൂറുൽ മദീന, മദീനയുടെ ഭരണഘടന നിലവിൽ വന്നു. മദീനയുടെ ഭരണഘടന എത്രമാത്രം ഗംഭീരമാണ് എന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. 1400 വർഷം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത്. ആ ബ്രിട്ടീഷ് ഭരണഘടനയ്ക്ക് മാതൃകയാണ് ഇസ്ലാമിക ദുസ്തൂറുൽ മദീന എന്ന് പറയുന്നത്. മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും ഇന്ത്യൻ ഭരണഘടനയിൽ പോലുമുള്ള പല സാങ്കേതിക വാക്കുകളും ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുമായി എത്രത്തോളം ബന്ധമുണ്ട്. വക്കീല്, മഹ്സർ പോലെയുള്ള പല വാക്കുകളും ഇസ്ലാമിക ഭരണഘടന എന്ന് പറഞ്ഞ ദുസ്തൂറുൽ മദീന ലോകത്തിന് നൽകിയതാണത്. ദുസ്തൂറുൽ മദീന മികച്ച മനുഷ്യാവകാശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കൊണ്ടുവരുന്നു. അതുപോലെ 6ാമതായി ഒരു പാർലമെന്ററി സിസ്റ്റം, അത് ഷൂറയിൽ അധിഷ്ഠിതമായ ഒരു പാർലമെന്ററി സംവിധാനം. അതിലെ സുൽത്താനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ് പ്രത്യേകത. അതിലെ രാജാവും പ്രജയുമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞങ്ങൾ യമനിൽ പോയിട്ടുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, അവിടെയെല്ലാം പ്രജകൾ രാജാക്കന്മാർക്ക് സാഷ്ടാംഗം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങയുടെ മുന്നിൽ ഞങ്ങളൊന്ന് സാഷ്ടാംഗം ചെയ്യട്ടെയോ എന്ന് ചോദിച്ച മുആദിനോട് ക്ഷോഭിച്ച പ്രവാചകന്റെ വചനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ രാജഭരണമല്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഖലീഫമാര് രാജ്യം ഭരിച്ചു. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇബ്ൻ അബി ത്വാലിബ്, ഇവരെല്ലാം സുൽത്താൻമാരല്ല, പിന്നെ ആരാണ്? ഖലീഫത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫ എന്നാണ് അവരെ പറ്റി പറയുക. അല്ലെങ്കിൽ അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ അമീർ എന്നാണ്. സുൽത്താൻമാരല്ല, രാജാക്കളല്ല, രാജാക്കന്മാരല്ല, പിന്നെയോ അമീറന്മാര് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാര് ഷൂറയിൽ അധിഷ്ഠിതമായി, കൂടിയാലോചനയിൽ അധിഷ്ഠിതമായി ഭരണകൂടത്തിന്റെ വ്യവസ്ഥകൾ തീരുമാനിക്കുന്ന ഒരു സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ ഖിലാഫത്തു ബഅദി 30 സന, അൽ ഖിലാഫത്തു ബഅദി 30 സന, എനിക്ക് ശേഷം ഇസ്ലാമിക രാഷ്ട്രം 30 വർഷമായിരിക്കും. സുമ്മ തകൂനു മുൽക്കൻ അദൂല, പിന്നെ കടിച്ചു കീറുന്ന രാജഭരണമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രം ലോകത്തില്ല. ഒരു രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രമല്ല, മുസ്ലിം രാഷ്ട്രമാണെന്ന് പറയാം. പക്ഷേ അവിടെ നിലനിൽക്കുന്ന സംവിധാനങ്ങളൊന്നും ഇസ്ലാമിക രാഷ്ട്രമല്ല.
എന്തിനേറെ പറയണം, നമ്മൾ പറയുന്ന അറബ് രാജ്യങ്ങൾ പോലും, അറബ് മുസ്ലിം രാജ്യങ്ങൾ പോലും മദ്യവിൽപ്പന വളരെ സൗകര്യപൂർവ്വം നടത്തപ്പെടുന്ന രാജ്യങ്ങൾ. അതെങ്ങനെയാണ് ഇസ്ലാമിക രാജ്യങ്ങളാകുന്നത്? സിനിമാശാലകൾ തുറക്കപ്പെട്ട രാജ്യങ്ങൾ അതെങ്ങനെയാണ് ഇസ്ലാമിക രാജ്യങ്ങളാകുന്നത്? എന്ന് മാത്രമല്ല, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ പോലെ, തജിക്കിസ്ഥാൻ പോലെ, കസാഖിസ്ഥാൻ പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ അതും ഇസ്ലാമിക രാജ്യങ്ങളല്ല. ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക ഖിലാഫത്ത് 30 വർഷത്തോടുകൂടി അവസാനിച്ചു. അലി ഇബ്നു അബി താലിബിന് ശേഷം ഒരു ചില്ലറ മാസ കാലഘട്ടം ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയതോടുകൂടി പിന്നെ അമവികളുടെ കാലഘട്ടം, അതിനുശേഷം അബ്ബാസികൾ ഭരിച്ചു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ, നമ്മുടെ ഇന്ത്യയിൽ പോലും മുസ്ലിമീങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഭരണങ്ങളൊന്നും ഇസ്ലാമിക ഖിലാഫത്തല്ല. ആ ഭരണങ്ങളെല്ലാം രാജഭരണമാണ്. ആ രാജാക്കന്മാരിൽ ചിലർ നല്ല ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഇസ്ലാമിന്റെ നീതിബോധത്തോടുകൂടി പ്രവർത്തിച്ചു, നീതിയിലെ ഇസ്ലാമിക നീതി നടപ്പാക്കി. അതെല്ലാം ശരിയാണ് എന്നതൊഴിച്ചാൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം രാജഭരണത്തിലെ ഒരു രാജാവാണ്. പക്ഷേ ഇസ്ലാമിക മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിച്ച പ്രതിഭയായ ഒരു ഭരണാധികാരിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഹാറൂൺ റഷീദിനെ പോലെയുള്ള പല നല്ല ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് ഔദ്യോഗികമായി പറയുന്ന ഒരു കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 30 വർഷത്തോടുകൂടി അവസാനിക്കും. അത് സത്യമായിരുന്നു. അതിനുശേഷം രാജഭരണം വന്നു. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ മാതൃക എന്താണ്? അതുകൊണ്ടാണ് ഗാന്ധിജി പോലും പറഞ്ഞത്, ഉമറിന്റെ ഭരണം ഈ രാജ്യത്ത് വരണമെന്ന് പറഞ്ഞാൽ ഒരു ഭീകരവാദം വരുന്നു എന്ന രീതിയിൽ ഇപ്പോൾ പറയുന്നത് പോലെയല്ല. ഉമറിന്റെ ഭരണത്തിൽ എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, അതിന്റെ പാഠങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു ഭരണം, നീതിയുടെ വലിയ പാഠങ്ങൾ പഠിപ്പിച്ച ഒരു ഭരണം നമ്മുടെ രാജ്യത്തും വരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ രാജ്യത്തിന്റെ മതം ഒരു ഇസ്ലാമിക രാഷ്ട്രമായി ഇസ്ലാം എന്ന് എഴുതപ്പെടണമെന്നൊന്നുമല്ലല്ലോ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. എന്താണ് ഇസ്ലാമിക രാഷ്ട്രം എന്നത്? ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭീകരവാദത്തിന്റെ പ്രതീകമായി അവതരിപ്പിക്കപ്പെടുന്നു. ഇവിടെ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ എവിടെയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചത്? ആരാണ് അവകാശവാദം ഉന്നയിക്കുന്നത്? ഈ രാജ്യത്തിന്റെ സംസ്കാരത്തോടും പൈതൃകത്തോടും എക്കാലഘട്ടത്തിലും ചേർന്ന് നിന്നവർ. സ്വാതന്ത്ര്യം അങ്ങനെ അവകാശവാദം ഉന്നയിക്കണമായിരുന്നുവെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനവും ഗാന്ധിജിയും തമ്മിൽ കൈകോർത്തത് എന്തിനായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഈ രാജ്യത്തിൽ ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കാനാണെങ്കിൽ ഒരു സെക്യുലർ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും കൈകോർക്കുന്നു. ഈ രാജ്യത്തിന്റെ പൊതുവായ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നു. മുഗളന്മാര്, ഖിൽജികള്, തുഗ്ലക്കുകാർ ഇവരൊക്കെ ഈ രാജ്യം ഭരിച്ചു. അവരൊക്കെ ഈ രാജ്യത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി ചിത്രീകരിക്കുകയും മറ്റുള്ള മതവിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും അല്ല ചെയ്തത്. അന്നൊന്നുമില്ലാത്തൊരു ഇസ്ലാമിക രാഷ്ട്രവാദം ഇന്ന് എവിടെ നിന്നാണ് ഉണ്ടായത്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ശേഷം എന്തെല്ലാം സംഭവ വികാസങ്ങളിലൂടെ ഈ മുസ്ലിം സമൂഹം കഴിഞ്ഞു കടന്നുപോയി. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിന്റെ കോടതി വിധി വന്നതിന് ശേഷം പോലും ഇസ്ലാമിക സമൂഹം കൈക്കൊണ്ട ഒരു സംയമനം, ഒരു സഹനത, ഒരു ക്ഷമ, ആ വിധി നേരെ മറിച്ചായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്ന്. പ്രവാചക നിന്ദയുടെ പേരിൽ ഒരു മാഷിന്റെ കൈവെട്ടിയപ്പോൾ ഒന്നടങ്കം ഈ സമുദായം അതിനെ അപലപിച്ചിട്ടുണ്ട് എങ്കിൽ മറ്റൊരു മതവിഭാഗത്തിലും മാതൃകയാക്കാനില്ലാത്ത വിധം നമ്മള് ഇസ്ലാമിക സമൂഹത്തിൽ അതിനെ എതിർത്തിട്ടുണ്ട്. ഇതര മത ദൈവങ്ങളെ നിന്ദിക്കൽ ഇസ്ലാമിക സമൂഹത്തിന്റെ നിന്ന് മറ്റു മതങ്ങളെ നിന്ദിക്കുന്ന ഒരു പൊതു സ്വഭാവമുണ്ടോ? ഇല്ല. എന്നാൽ ഹിന്ദു മതവിഭാഗങ്ങളിൽ, ക്രിസ്തു മതവിഭാഗങ്ങളിൽ ഇസ്ലാം വിരോധത്തിന്റെ പേരിൽ അള്ളാഹുവിനെയും റസൂലിനെയും എത്രമാത്രം മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇസ്ലാമിക സമൂഹം അങ്ങനെയാണോ? ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം മാതൃകാപരമാണ്. ഈ രാജ്യത്തെ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചാണ് ടീച്ചർ പറയുന്നത്, ഈ രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രവാദത്തെയും ഹൈന്ദവ രാഷ്ട്രവാദത്തെയും ഒരുപോലെ എതിർക്കപ്പെടണമെന്ന്. പാതി വെന്ത് നിൽക്കുന്ന ഹൈന്ദവ രാഷ്ട്രവാദത്തോടാണ് ഇസ്ലാമിക രാഷ്ട്രവാദത്തെ കൂട്ടിക്കുഴയ്ക്കുന്നത്. എന്തിന്? തോൽവിക്ക് അടിക്കുറിപ്പിടാൻ ഒരു മതത്തിന് മേൽ ചാരി നിൽക്കുകയാണ്.
അന്യായമായി ഒരു സമൂഹത്തിനെ, ഒരു സമുദായത്തെ, ഒരു ദർശനത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന് മുറിവേൽപ്പിക്കുന്നത് അത്യന്തം അപകടകരമാണ് എന്ന ഒരു വിഷയം ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ മാതൃകാപരമായാണ് മുന്നോട്ട് പോകുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക രാഷ്ട്രം എന്നൊരു വാദം ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും ഉന്നയിക്കുന്നില്ല. അങ്ങനെ ഉന്നയിച്ചാൽ ഒന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിക രാഷ്ട്രം, മലേഷ്യയും ഇന്തോനേഷ്യയും പോലെയുള്ള മുസ്ലിമീങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിക രാഷ്ട്രവാദം എന്നൊരാശയമില്ല. പിന്നെ എങ്ങനെയാണ് ഹിന്ദു മതവിഭാഗം 80% വസിക്കുന്ന ഈ രാജ്യത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രവാദം എന്ന് പറഞ്ഞ് രംഗത്ത് വരാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങനെ സാധിച്ചാൽ ഈ ഇസ്ലാമിക സമൂഹം ഒന്നടങ്കം അതിനെ എതിർക്കുമെന്ന കാര്യത്തിലും ഇന്ന ആധുനിക ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ സാഹചര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് നമ്മൾ വിശ്വാസികൾ എന്ന രീതിയിൽ ഇസ്ലാമിനെ കടന്നാക്രമിക്കുന്ന ഇത്തരത്തിലുള്ള ശബ്ദങ്ങളെയും അതിന്റെ വക്താക്കളെയും അവരുടെ മുഖംമൂടികളെയും കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്ന സ്ഥാനത്താണ് മുസ്ലിം സമൂഹം രാഷ്ട്രീയമായി പക്വത കൈവരിക്കുന്നത്. ഇത്തരം ജൽപ്പനങ്ങൾക്ക് കയ്യടിക്കുന്നവരായി ഇസ്ലാമിക സമൂഹം അധപ്പതിക്കരുത് എന്ന് മുഹറമിനെ സാക്ഷിയാക്കി. മുഹറമിൽ നാം ചർച്ച ചെയ്യുന്ന ഹിജ്റ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ മുന്നേറ്റം വിഭാവനം ചെയ്ത മഹിതമായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സമീപനങ്ങളെ മുൻനിർത്തി അല്ലാഹ് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്.